وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى നമ്മെ സദസ്സുകൾ ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ്ഖിയായ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ മുതല്ലിമിനെ അലിയക്കൽ കിഡ്നിയിൽ സ്റ്റോൺ ഓപ്പറേഷൻ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സര ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായി ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെല്ലാം സലാമത്താക്കി തരുമാറാവട്ടെ. ഞങ്ങളെ കബീറാക്ക ഉംറ കഞ്ഞി വന്നൽ മുതല്ലിമി അത് തോപ്പിയെത്തോട്ടിൽ അതുപോലെ സംസമും ഈത്തപ്പുറ പുറത്തുകൊണ്ട് ചെന്നത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ അമൽ കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെടുന്ന ആൾമാർക്ക് ഹെൽപ്പാക്കിയതും അങ്ങനെ കഷ്ടപ്പാടുകൾ തീർത്തു കൊടുത്ത വിഷയങ്ങളാണ് ചൊന്നത്. റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേ പേരുണ്ട്, 1000-ഓളം പേരുണ്ട് ചെന്ന മഹാന്മാരുള്ള. അതിൽ വളരെ പ്രധാനപ്പെട്ട പേരാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്ത് ചൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശസ്തമായ പേരാണ് കരുണ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ എല്ലാവർക്കും എല്ലാത്തും കരുണയും പ്രയാസപ്പെടുന്ന ആൾമാർക്ക് സഹായമാക്കിയിട്ട് സയ്യിദുനാ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു മഹാൻ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരാൾക്ക് വലിയ കടം വന്ന് ഫഖസുറ ദൈനുഹു, അയാളെ കടം ജാസ്തിയായിട്ട് ചെമ്മ കടവന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഈത്തപ്പഴ കച്ചവടമാണ് അയാൾ ആക്കിയോടിന്ന്, അതിൽ കുറെ കടം വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചെന്നപ്പോൾ ചൊല്ലു തസദ്ദഖു അലൈഹി, അയാൾക്ക് നിങ്ങൾ സദഖ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആൾമാരെല്ലാം സദഖ കൊടുക്കുക സുഖാക്കിയ, പക്ഷേ അയാളെ കടം തീർക്കിടത്ര മയ്യായില്ല പൈസ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കാരൊട്ടിയെ ചെന്ന് ഫസ്റ്റിಗೆ ചെന്നത് നിങ്ങൾ വിടുറൂട്ടല്ല, ആൽമാരൊട്ടിയെ ചെന്നത് ഇയാൾക്ക് പൈസ കൊടുക്കൂ, സദഖ കൊടുക്കൂ, ഇയാളെ കടം തീരട്ട്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കാരൊട്ടിയെ ചെന്ന് ഹുദൂ മാവജത്ത്, ഇത്ര കിട്ടിയിട്ടല്ലേ ഇത് നിങ്ങൾ പിടിച്ചോളൂ, ബാക്കിയതല്ല നിങ്ങൾ വിടുവോ, അയാൾ ഹെൽപ്പാക്കുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പൊ കടക്കാരായ ആൾമാരും അല്ലാത്ത ആൾമാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അങ്ങനെ പ്രയാസങ്ങൾ ചൊല്ലു വന്നുകൊണ്ടിരുന്നാറ്. അതിലെങ്ങനെയെങ്കിലും തീർത്തു കൊടുത്തുകൊണ്ടിരുന്നു. സയ്യിദുനാ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ, പ്രശസ്തരായ സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു മഹാനായ ആ സ്വഹാബി, അയാളെ ബാപ്പ വഫാത്തായപ്പോ ഉഹുദ് രണ്ടാണ് ബാപ്പ വഫാത്താവും. ഉഹുദ് യുദ്ധം പിത്യാണ്ട് നടക്കുന്നുണ്ടായെങ്കിൽ 302 മോണ്ടെ വിളിച്ചിട്ട് ചൊല്ലു, നാളെ ഞാൻ ആദ്യമായി ഷഹീദാവുടെ ആളാണ്. അങ്ങനെ ആദ്യമായി ഷഹീദായത് ഇതേ ചൊന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു ജാബിർ തങ്ങളെ ബാപ്പ. അപ്പൊ ഞാൻ ആദ്യമായി ഷഹീദാവ് പോണ്ടേ, നക്ക് കുറെ പെൺമക്കളുള്ള ആ പെൺമക്കളെ നീ നോക്കണം, നിന്റെ പെങ്ങന്മാർ. അതുപോലെ നക്ക് കുറെ കടവുണ്ട്, ആ കടങ്ങളെല്ലാം നീ തീർക്കണം ചെന്ന് വസിയത്താക്കും. അങ്ങനെ പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഉഹുദ് യുദ്ധത്തിന്റെ ആദ്യമായി ഷഹീദായത് എന്റെ ബാപ്പ. പിന്നെ നിന്റെ തലവൻ ചന്ദ്രൻ ചോദിക്കുന്നത് എന്റെ ബാപ്പയുടെ കടങ്ങൾ തീർക്കണോ, നക്ക് കുറച്ച് ഈത്തപ്പഴ തോട്ടമുണ്ടു, പക്ഷെ ബാപ്പയുടെ കടം നോക്കുമ്പോൾ ഇതെന്തും മയ്യാവില്ല. ഒരാൾ മരിച്ചെങ്കിൽ ബാപ്പ മരിച്ചെങ്കിൽ ആദ്യമായി ആക്കണായ പണി ബാപ്പയുടെ കടങ്ങളെല്ലാം തീർക്കുള്ള പണിയാണ് നോക്കണേ. അത് ജാബിർ റളിയല്ലാഹു അൻഹു നമുക്ക് പരിപാടി തന്നുകൊണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നതും അതാണ്. അപ്പൊ കടങ്ങൾ ഉണ്ടാക്കി നോക്കാം, ഉണ്ടെങ്കിൽ വേഗം തീർക്കാം, പിന്നെയാണ് സ്വത്ത് ഒരിയാക്കണേ. ബാപ്പയുടെ കടങ്ങളെല്ലാം തീർക്കണോ, ബാപ്പക്ക് ഹജ്ജ് കട്ടായിട്ട് ഇട്ടുണ്ടായെങ്കിൽ ഈ സ്വത്തിലൂടെ ഹജ്ജ് ആക്കുവാട്ടണോ, പിന്നെയാണ് സ്വത്ത് ഓതിയാക്കണേ. ഫസ്റ്റിಗೆ സ്വത്ത് ഓതിയാക്കിയിട്ട് പിന്നെ കലാട്ടാക്കിട ആൾമാറുള്ള ബാപ്പയുടെ ഹജ്ജും ഇല്ല, കടവും തീർക്കില്ല, അങ്ങനത്തെ കുറെ ആൾമാരെ വന്നുള്ളൂ.
എത്രമോ ആൾമാർ എത്രമോ വർഷമായിട്ട് ബാപ്പ മരിച്ചിട്ട് സ്വത്ത് ഒതിയാക്കിയിട്ട് എടുത്തിടാറ്, പക്ഷേ ബാപ്പയുടെ കട ഇന്നും ഉണ്ട്. അങ്ങനെ ആവും തീരാണ്ട വഴിപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, കടങ്ങൾ തീർക്കണോ? ജാബിർ റളിയല്ലാഹു അൻഹു അത് ഏറ്റവും വലിയ മാതരിയാണ്. ചില ആൾമാർ ചെന്നിട്ട് കൊണ്ടാറ് ഇയാൾക്ക് എന്തെങ്കിലും കടയിട്ടുണ്ടായെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുകയുള്ളൂ. അത് രണ്ടുപേർക്ക് ചെല്ലായിട്ടിരിക്കും, ചടങ്ങും ചൊല്ലായി. ചില പള്ളി വന്ന് ചൊല്ല, നിങ്ങൾ ചൊല്ലുമോ? ഞാൻ ചൊല്ലൂല്ല, നിങ്ങൾ വേണ്ട ചൊല്ലണേ. അയാൾക്ക് കടങ്ങൾ ഉണ്ടോണ്ടായെങ്കിൽ അയാളെ വാരീസുകാരോട് ചൊല്ലണം, എൻ്റെ നിങ്ങൾ സമ്പർക്കിച്ചോളൂ. അങ്ങനെ ചൊന്നിട്ട് പോയെങ്കിൽ പിന്നെ അവൻ നെക്സ്റ്റ് വേണ്ടേ, പിന്നെ ആ പള്ളിയുടെ ഭാഗത്ത് വേണ്ടേ, നെക്സ്റ്റ് അവർ മയ്യത്തായെങ്കിൽ സമ്പർക്കിച്ച് സുഹൃത്തവൻ. പിന്നെ ആര് ചെന്നെങ്കിൽ അവൻ പൈസ കൊടുക്കുകയില്ല, ബാപ്പടെ വളർന്ന് ടിക്കട്. അങ്ങനത്തെ അവസ്ഥയാണ് ആധുനിക ലോകം ചൊന്നെങ്കിൽ. അങ്ങനെ പിന്നെ വളർന്ന് ടിക്കട്, പിന്നെ ബാപ്പടെ സ്വത്ത് ഓതിയാക്കി എടുക്കടെ ഗൗജ. അയാൾ കടവുണ്ടോ, അയാൾ ആശ്രം വെളിച്ചാവില്ല, ആ കടലിലെ വേഗം തീർക്കണായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ആ മഹാൻ ചൊല്ലു, അങ്ങനെ കടങ്ങളെ പറ്റി എനിക്ക് ടെൻഷൻ ആയിട്ട് പരിഹാരത്തിലൂടെ കൊണ്ട് പോണായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടാണ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഓടി വണ്ടത്, ഞങ്ങൾ അവലംബ എല്ലാം നിങ്ങളെ മുട്ട മാത്രമാണ്, പ്രവാചകന്മാരെ മുട്ട അല്ലാണ്ട് വേറെ എവിടെയാണ് ആൾമാർ പോണ്ടേ. അത് ഹയാത്ത് കാലത്തും അങ്ങനെ, വഫാത്തിൽ പിന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാൽ പിന്നെയും ഹയാത്ത് കാലത്തും പരിഹാരം എവിടെ അടിയട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടാണ്. ഖുർആൻ ചൊല്ലുന്നത് ഒരാൾ തപ്പാക്കിയാൻ പേരിക്കാം, തെറ്റുകളെ കൊണ്ട് മുങ്ങിയ എങ്കിൽ അവനുള്ള പരിഹാരം എന്താണ്? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നഫ്സിനോട് അക്രമാക്കിയെങ്കിൽ താൽമാർ, തപ്പാക്കിയെങ്കിൽ താൽമാർ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക അങ്ങ് എന്തിനാക്കണം ചൊന്നാൽ നിങ്ങളെ മുട്ടങ്ങ് പറഞ്ഞു. അപ്പൊ അത് ഹയാത്ത് കാലത്തും ബാധകമാണ്, വഫാത്തിൽ പിന്നെയും ബാധകമാണ്. ഒരാൾ കുറെ തെറ്റുകൾ ആക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങളെ മുട്ട പുറത്ത്, എന്നിട്ട് നിങ്ങളെ മുട്ട നിന്നിട്ട് അള്ളാഹുടൊട്ടിയെ മാപ്പ് കേട്ട് നിങ്ങളും അയാൾക്ക് വേനായിട്ട് അള്ളാഹുടൊട്ടിയെ മാപ്പ് കേൾക്കുള്ളൂ എങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അള്ളാഹു പുറത്തു കൊടുക്കണം ചൊന്നത് പരിശുദ്ധ ഖുർആനാണ്. ഈ ആയത്ത് വിശദീകരിച്ച നൂറുകണക്കിൽ ഇമാമിയങ്ങൾ അങ്ങ് ചെല്ലാറ് ഇൻഡു. ഇബ്നു കസീർ അടക്കം, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ, അയാൾ അടക്കം അയാളെ തഫ്സീറിൽ ചൊല്ല്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കം ചൊല്ലാറ് തപ്പാക്കിയെങ്കിൽ താൽമാർ എന്താക്കണം ചെന്നെങ്കിൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുട്ട വന്നിട്ട് ഈ ആയത്തോടുമോ, എന്നിട്ട് അറാബിയായ ആൾ ചൊന്നയ്ക്കത്തൊരു മാട്ടുണ്ടോ, അത് ഇന്നും ഹുജറത്തു ശരീഫത്തിൽ അതിൽ 2 ലൈൻ എഴുതി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സഹായം കേൾക്കുന്ന ബൈത്താണ്. അതങ്ങനെ ചൊന്നിട്ടു നിങ്ങളെ മുട്ട പരിഹാരത്തിൽ വന്നോട്ട് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങൾ പരിപാടിയതാണ്. അപ്പൊ ഞാൻ ചൊന്നത് വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസുൽ. ഇന്നും ഞങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ചെമ്മ സ്വലാത്തുകൾ ചൊല്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ യാസീൻ ഓതാം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ഖത്ം തീർക്കാം. ഇതെല്ലാം പരിഹാരത്തിലുള്ള വഴിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയ എന്റെ സമസ്യ ചോദിനെ അപ്പൊ ചൊല്ലുന്നു ഞാൻ പണ്ടേ ചൊല്ലും. അപ്പൊ എന്താക്കണോ, ഈത്തപ്പഴത്തെ റാശിയാക്കി വെച്ചിട്ട് കുറെ വേറെ വേറെ ടൈപ്പ് ഈത്തപ്പഴം ഉണ്ടല്ലേ, എല്ലാം റാശിയാക്കി വെക്കുമെന്ന്. അങ്ങനെ കുറെ റാശി ഉണ്ട്. അതിൽ വലിയ റാശിയുടെ മുട്ട വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ട് കടക്കാരെല്ലാം വെച്ചിട്ട് കടക്കാരെല്ലാം തല വെച്ചേക്ക് ചരിത്രത്തിലുണ്ട്. എന്ത് ഇതിപ്പോ ഞങ്ങൾക്ക് കുറച്ചമായി കിട്ടുമോ കാണ്ട് എന്താക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതല്ലേ, ചിലപ്പോൾ തന്നതെടുത്തോളാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിയാക്കി കൊടുത്തു. അങ്ങനെ കൊടുത്തു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാകും. കൊടുത്തു നോക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലും ബാക്കിയുള്ള റാശിയെല്ലാം അങ്ങനെ ബാക്കിയുണ്ട്. ഈ വലിയ റാശി ഉണ്ടല്ല അതിൽ നിന്നെ ഒരല്പം കുറയാത്തത് പോലെ ഉണ്ട്. എന്റെ കടക്കാർ എല്ലാം കൊടുത്തുണ്ടായി, അതോ എന്റെ ബാപ്പയുടെ കടക്കാർ ഏറ്റവും തെറ്റ് കൊടുത്തുണ്ടായിട്ട് അവിടെ അയാൾ ചൊല്ലു ഫസ്റ്റ് എന്റെ മനസ്സിലിരുത്ത് ഇതൊന്നും ഒരു ഉറുപ്പ പോലും ഈ തപ്പട ബാക്കിയായാലും തോന്നറിയില്ല, ഞാൻ എങ്ങനെങ്കിലും ചെയ്യിക്കുക അപ്പടെ സ്വത്തെ കിട്ടി ചെയ്യിക്കണമെന്ന് എന്തുമില്ലല്ലേ, നക്കല്ലാഹു നല്ല ആരോഗ്യം തന്നതാണ്. അതുകൊണ്ട് നക്ക് ഒരു ഈത്തപ്പട ബാക്കിയായാലും തോന്നറിയില്ല, പക്ഷെ എന്റെ ബാപ്പയുടെ കട ബാക്കിയാവുക ഇതാണ് എന്റെ തലലിന്ന്. ഇപ്പൊ നോക്കുമ്പോ എല്ലാ റാശി ബാക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർക്കത്തോണ്ട് വൈസത്തോണ്ട് എന്തായിട്ടുണ്ട് ഒരല്പവും കുറയാത്തത് പോലെ എല്ലാം ബാക്കിയാണ്. കടക്കാരെല്ലാം വലിയ തൃപ്തിയോടെ സന്തോഷത്തോടെ പോയാറുണ്ട്. സയ്യിദുനാ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കും.
അപ്പൊ ഞാൻ ചെന്നത് കടക്കാരനായ ആള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നപ്പോ അയാൾക്ക് വേനായിട്ട് നിങ്ങൾ സ്വതക്ക കൊടുക്കുമെന്ന് പരിപാടിക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യക്കാരായ ആൾമാർ വന്നാറുണ്ടായെങ്കിൽ അങ്ക് സ്വതക്ക കൊടുക്കാം, പരിഹാരം നടത്താം. പിന്നെ കടക്കാരോട്ടിൽ ചെന്നത് നീക്കിപ്പോ ഇത്ര കെട്ടിത്തല്ലേ ഇത് പിടിക്കുറവും ബാക്കി നിങ്ങൾ വിടുവോ അയാൾക്ക് ഒഴിവാക്കുവോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ അങ്ങളൊട്ടിയ റഹ്മത്താണ്, കടക്കാരായ ആൾമാരൊട്ടിയ റഹ്മത്ത് കരുണയാണ്. അതുപോലെ ഏതെങ്കിലും ഒരാൾ തപ്പാക്കി തിന്തിയായിരിക്കാം, അറിയാണ്ട് തപ്പാക്കി എങ്കിൽ അയാളൊട്ടിയും റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നത്. ജോറാക്കിയിട്ട് പരിപാടി എനിക്കെത്ത വിഷയമില്ല, ചൂടാവുക എനിക്കെത്ത വിഷയമില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ആക്കുന്ന ഒരു ഹദീസ് മുന്നോട്ട് ഞാൻ ചെന്ന ആ സംഭവം മുആവിയത്ത് ഇബ്നുൽ ഹക്കം അസ്-സുലമി റളിയല്ലാഹു അൻഹു ചെല്ല പ്രസിദ്ധരായ സ്വഹാബി മുആവിയത്ത് ഇബ്നുൽ ഹക്കം അസ്-സുലമി റളിയല്ലാഹു അൻഹു അയാൾ ചെല്ല് ബൈനമാ അന ഉസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അഖസ റജുലുൻ മിനൽ ഖൗമി ഒരാൾ തുമ്മിട്ടാകുമ്പോൾ ഫഖുൽതു യർഹമുക്കല്ലാഹ് എന്ന് ഞാൻ ചെന്നത് യർഹമുക്കല്ലാഹ് എന്ന് അയാൾ നിസ്കരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്ത് നിസ്കരിച്ചുകൊണ്ടുള്ള നാണും നിസ്കാരത്ത് കൂടിയ കൈകെട്ടിട്ടല്ലായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ തുമ്മിയത് അൽഹംദുലില്ലാ ചെല്ലണമല്ലോ. അയാൾ അൽഹംദുലില്ലാ ചെന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. നിസ്കാരത്തിൽ ഒരാൾ അൽഹംദുലില്ലാ എക്സ്ട്രാ ചെന്നിരിക്കാം, നിസ്കാരം ബാത്തിലാവില്ല. അതേസമയത്ത് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഫാത്തിഹത്തെ ഇടയ്ക്ക് ഒരാൾ അൽഹംദുലില്ലാ തുമ്മിക്ക് അങ്ങനെ ചൊന്നുണ്ടായെങ്കിൽ ഫാത്തിഹത്തെ സൂറത്ത് ഓതും, അത്ര നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ അയാൾക്ക് ഹെൽപ്പാക്ക് പോയിട്ട് ഇയാളെ നിസ്കാരം ബാത്തിലായി. ഇയാൾ ചൊന്നത് യർഹമുക്കല്ലാഹ് നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്താക്കട്ടെ. ഈ നിങ്ങൾ ചൊല്ലുന്ന നിസ്കാരത്തിൽ നീ ചൊല്ലുന്ന സംബോധന അത് അല്ലാഹുവൊട്ടിಗೆ മാത്ര. അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ മാത്ര. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. നീന്ത നിസ്കാരത്തിൽ ഒരു വ്യക്തിയെ ചൊല്ലുകയില്ല. കാരണം ഞാൻ നിസ്കാരത്തിൽ കൈയ്യട്ടി അല്ലാഹുവൊട്ടിಗೆ സംബോധന ആക്കുവാൻ മുണ്ടുക. അവിടെ പിന്നെ നീ ചൊല്ലുന്ന അല്ലാഹു മാത്ര. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. നിന്റെ മാത്രം ഞങ്ങൾ ആരാധിക്കുക, നിന്റെ ഒട്ടിಗೆ മാത്രം ഞങ്ങൾ സഹായം കേൾക്കുക. അപ്പൊ ഈ നീന്റെ അല്ലാഹുവൊട്ടിಗೆ മാത്ര ചൊല്ലും. സൃഷ്ടികളായ ആൾമാരെ നീ ചൊന്ന് സംബോധനാക്കിയെങ്കിൽ നിസ്കാരം പത്തിലാവൂ. അപ്പൊ ഇയാൾ യർഹമുക്കല്ലാഹ് ചെന്നു. അപ്പൊ അയാൾ വിശദീകരിക്കുന്ന ഫറമാനിൽ ഖൗമി അബ്സാരിയും ആൾമാരെല്ലാം എന്റെ ഇങ്ങനെ കണ്ണിൽ നോക്കു സുറാക്കിയത്, ഇങ്ങനെ ജോറിൽ ഇങ്ങനെ നോക്കു സുറാക്കിയാറ്. ഞാൻ ഇങ്ങനെ ചൊന്നത് സമായില്ലാണ്ട് ഫഖുൽതു അപ്പൊ ഞാൻ ചൊന്നത് എനക്ക് അർസവന്ത് നേരത്തെ യർഹമുക്കല്ലാഹ് മാത്രമാണ് ചൊന്നത്. ഇപ്പൊ യാറെ മുണ്ടിത്തി അയാൾ ചൊന്തു നിങ്ങൾക്കെല്ലാം എന്തിനായിട്ടും കേൾത്തി എല്ലാവരും നന്റെ എന്ത് നോക്കണേന് എല്ലാവരും ഇയാൾ നോക്കിക്കൊണ്ടുള്ള നന്റെ മേന്ദ്ര നോക്കണ. അപ്പൊ അപ്പൊ എന്താക്കിയാൽ ചൊന്നെങ്കിൽ ഞങ്ങളെ തുടക്കി ഇങ്ങനെ അടിക്കോ തുടങ്ങിയാറ്, തുടക്കടിക്കോ തുടങ്ങിയാറ്. ഫലമ്മാർ ഐത്തും യുസമ്മിത്തൂനനി ലാക്കിന്നി സക്കത്ത്. അപ്പൊ ഞാൻ ഗൊന്തയ്ക്ക് ഇത് എന്റെ മുണ്ടതെക്കോ ചൊല്ലേ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ മുണ്ടെത്താറല്ലേ, ഞാൻ മാത്രം എന്റെ മുണ്ടിൽ. അപ്പൊ അതിനർത്ഥം നന്റെ ഒട്ടിಗೆ മുണ്ടാണ്ട് തെക്കോതാണ് ഇങ്ങനെ ചൊല്ലേ. അപ്പൊ ഞാൻ മുണ്ട തെച്ചേ അങ്ങനെ നിസ്കാരമല്ല കഴിഞ്ഞിട്ട് അതാ വിഷയം. ഫലമ്മാ സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചപ്പോ ഫബി അബീ ഹുവ ഉമ്മി നിസ്കാരമല്ല കഴിഞ്ഞപ്പോ വിഷയം ചൊല്ലാട്ടി മുന്നുള്ള അയാൾ ചൊല്ലും നന്റെ വാപ്പടെയും നന്റെ ഉമ്മടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ സമർപ്പിക്കണേ. അപ്പൊ ഇയാളൊരു പ്രശസ്തനായ സഹാബിയല്ല, അല്ലെങ്കിൽ എപ്പോഴും പെണ്ണെങ്കത്തെ ആനന്ദമായിട്ടിരിക്കല, അങ്ങനെ അയാൾ ബന്ധിക്കടല്ലേ. ഇയാൾ ഒരു സാമാന്യനായ ഒരു സഹാബിയാണ്, എപ്പോഴൊക്കെ പെണ്ണെങ്കത്തെ ആളായിട്ട് വിഷയങ്ങൾ അയാൾ ബന്ധില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അയാൾ ആക്കിയത്. പക്ഷേ അയാൾ ചൊല്ലും നന്റെ വാപ്പടെ നന്റെ ഉമ്മടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ സമർപ്പിക്കുക റെഡിയാണ്. മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാട്ടി മുന്നല പിന്നമ ഇത്ര ചന്ത പഠിപ്പാട്ട് എനിക്കെത്ത ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അയാൾ ഒരു സർട്ടിഫിക്കറ്റ് അയാൾ ചൊല്ലു ഇങ്ങനത്തെ ഒരു മുഅല്ലിമിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅല്ലിമല്ല, ടീച്ചർ, പഠിപ്പാട്ട് എനിക്കെത്ത ആളാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു മുഅല്ലിമില്ല. ഞാൻ സെപ്റ്റംബർ 5 അല്ലേ ഇതായത് ശിക്ഷകര ദിനാചരണം, അത് മറന്നുപോയത്. സെപ്റ്റംബർ 5 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാചരണം ഞങ്ങൾക്ക്. അപ്പൊ സംഗതി സെപ്റ്റംബർ 5 ലോകമൊട്ടാകെ ഈ ചൊന്ന ശിക്ഷകര ദിനാചരണം ആക്കുമ്പോ എനിക്ക് ഇത് ഓർമ്മയിത്തു. ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷക, ഏറ്റവും വലിയ മുഅല്ലിം, ഖൈറായ മുഅല്ലിമാർ കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് രണ്ടും ഒത്തുവന്നു ഇക്കട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖൈറു മുഅല്ലിം, ഏറ്റവും ഖൈറായ മുഅല്ലിം. അങ്ങനെ പഠിപ്പാട്ടിങ്കെത്താൽ അല്ലെങ്കിൽ 23 വർഷം കൊണ്ട് ഒരു സമൂഹത്തെ തിട്ടും സാധ്യമില്ലാണ്ടല്ലേ എല്ലാവരും ചൊന്നരെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതിട്ട് ഏറ്റവും നല്ല ആൾമാറാക്കി ഞങ്ങളെ മാറ്റിത്ത്. അപ്പൊ ഇയാൾ ചൊല്ലത് മുന്നല പിന്നമ അങ്ങനത്തെ ഒരു മുഅല്ലിമിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തേ ഞാൻ വിചാരിച്ചു പറയുന്നുണ്ട്, കാരണം നിസ്കാരത്തിലാണ് ഇങ്ങനെ ആക്കിയത്. അള്ളാഹുടെ തന്നെയാണ് സത്യം, നന്റയാൾ ജോറാക്കിയില്ല, നന്റയാൾ അടിച്ചില്ല, നന്റയാൾ ആക്ഷേപിച്ചില്ല. ഒരാൾ ബിസ്ക്കറ്റ് ചോദിക്കും, അയാൾ മൊബൈൽ റിംഗ് ആയിട്ട് പേരിക്കാം എങ്കിൽ എന്താക്കും? ചില പറയില്ല മൊബൈൽ നിങ്ങൾ സന്നിധിയിൽ എനിക്ക് ബന്ധാക്കി പറവും പലരും തീരാണ്. ചില നല്ലൊട്ടി വാങ്ങിയേക്ക് നിങ്ങൾ എന്ത് പറഞ്ഞെങ്കിൽ പലരും തീരണ്ടല്ലോ ഒരു പരിപാടി കൊണ്ടു ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ മിത്തു ദീൻ നടത്തുന്ന നാളൊട്ടി ഒത്തു വയ്ക്കല എല്ലാവരും ഡിലീറ്റ് ആക്കിയിരിക്കത്ത പത്താക്കി ഒരത്തത്തിൽ ഇങ്ങനെ നോക്കൊന്നില്ല ഔണ്ടാക്കി ഇന്നൊരത്തിൽ യന്ത്രമാക്കിയോ വണ്ടി തന്നെ വന്നിട്ട് ഔണ്ട ഭർത്ത എല്ലാവരും ഭർത്താക്കണം ഞങ്ങളെ ദീൻ ഔട്ടാക്കണം ഉൾഗാക്കടെ ദീൻ ഞങ്ങൾ ഒട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലേ ഇന്ന മിൻകും മുനഫിരീൻ, ശക്തമായ ചൂടായി തോന്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിലുള്ള അങ്ങനെ ചൂടായത് കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടാവാത്ത ആളല്ലേ, പക്ഷെ ചൂടായിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ആൾമാർ ഉപദ്രാക്കിയാൽ എവിടെ ഉപദ്രാക്കി നോക്കുന്ന നിസ്കാരത്തിൽ പർത്തെന്തോല്ല നിസ്കാരത്തിൽ ഞാൻ ചൊന്നല്ല നിസ്കാരത്തില ചില നീട്ടി എത്ര ചില നിസ്കാരത്തിൽ നീട്ടിയല്ലേ യാറാ അത് തലക്കുള്ള ആൾമാർ ഉപദ്രായി. അങ്ങനെ ഉപദ്രായിട്ടാകുമ്പോ നിസ്കാരത്ത് കയറ്റി അൽബക്കറ സൂറത്ത് ഒതുങ്ങാവോ അൽബക്കറ സൂറത്തുൽ ബഖറ ഒരു നാൾ നിസ്കാരത്ത് കൈകെട്ടി ഒരാൾ അൽബക്കറ സൂറത്ത് ഓതിത്തു അൽബക്കറ സൂറത്ത് അപ്പൊ അൽബക്കറ സൂറത്ത് ഓതിനും തലവെച്ചെത്തുന്നു. ഇത് എന്തിനോ അൽബക്കറ സൂറത്ത് ഓതി 200 ചില്ലാർ ആയത്തില്ലേ സൂറത്തുൽ ബഖറ ഒട്ടാശാണ്ട് കൈകെട്ടി കുടുങ്ങിയ പിന്നെ പൂർത്തിയാക്കി പോയാ പിറ്റേന്ന് വന്നിട്ടാകുമ്പോ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നിട്ട് ആയത്ത് ഓതി. അത് ശരിയായിട്ടോ ചെറിയ സൂറത്ത്, പക്ഷെ ഫീലിൽ ചൊന്ന ആന ഉണ്ടെന്ന്. അപ്പോ പിന്നെ അണ്ട് നിന്നില്ല നിസ്കാരത്ത് പിന്നെ ഓടി നിന്റെ അവിടെ കൊണ്ട് വിഷയമല്ല. കാരണം അൽബക്കറ പൈര സൂറത്ത് ഓതിട്ട് എത്ര ഉണ്ടായില്ല. ഇതിപ്പോ ആനയുടെ പറ്റി ഇയാൾ എടുത്തുകൊണ്ട് വിഷയം. അതുകൊണ്ട് ഇണ്ട് തീർന്നതല്ല സംഗതി. അപ്പൊ ഗവൺമെന്റിൽ അത് തീർന്നു അവൻ ಗೊತ್ತಿಲ್ಲ. അവൻ ആനയുടെ അർത്ഥം മാത്രമാണ് ಗೊತ್ತು. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ മുഞ്ഞാണ്ട് പൈര വിഷയം ചൊന്നിട്ട് 3 ഗಂಟೆ. ഇന്നിപ്പോ ആനയുടെ വിഷയം മോദിയോ അതുകൊണ്ട് നാണില്ല ചൊന്ന് ഓടിയോണം ഇക്കട്ടെ ഒരു പക്ക ഒരു ഹിതാബിലുള്ള വിഷയം അവർ രസത്തിന് ചൊന്നതാണ്. അപ്പൊ ഞാനവിടെ ചെന്നിട്ട് നിസ്കരിക്കുമ്പോ എന്താക്കിയല്ലോ നീട്ടിട്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഞ്ചിനിന്റെ ചൊന്നതിലുണ്ട് ഇന്ന മിൻകും മുനഫിരീൻ, നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾമാരെ ദൂരാക്കണങ്ങുള്ളാതെ ഇങ്ങനെ ഈ പണി ആക്കണേ ദൂരാക്കണല്ലോ മുട്ടാക്കണയല്ല ആൾമാരെ. അപ്പൊ ഞാനതാ ചൊന്ന ഞങ്ങളെ കൂട്ട ആൾമാരല്ല ജാവത്താക്കി എന്തിനാ അവിടെ ഉണ്ടെന്നും പോലെ അങ്ങനല്ല. പുറത്തുള്ള ആൾമാരെ ഉൾഗവിളിപ്പാട്ട് നോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ടി. അപ്പൊ ഇവിടെ ഇയാൾ ചൂണ്ട ഇയാൾ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും നേരത്തെ കണ്ണുകൊണ്ട് ചോറാക്കിയ തുടങ്ങിയ അടിച്ചതാണ് ഇപ്പഴൊക്കെ പൊടി കൊണ്ട് ഗ്യാരണ്ടി. അപ്പൊ അയാൾ ചൂണ്ട പൊടിയൊന്നും 3 അയാൾ ഇങ്ങനത്തെ ഒരു മുഅല്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചേ മൊബൈൽ ലിങ്കാക്കോതിയായി പണ്ട് ഇത് മൊബൈൽ വന്നപ്പോ എന്തെങ്കിലും വാദിച്ചോ അഞ്ഞു കഴിഞ്ഞല്ല എല്ലാം മൂലയുടെ ഒരു പക്കത്തെ മൗലായ കേട്ടെങ്കിൽ പിന്നെ ഒരു പക്കത്തെ ബേരം കേൾക്കും. അപ്പുറത്തെ ഒന്ന് കേൾക്കണം ഇപ്പുറത്തെ ഇനി മൊബൈൽ റിംഗ് ആയോ പിന്നെ അഞ്ഞെല്ലാം ബോർഡിട്ടത് കുറെ ടൈം നിണ്ടെത്തി. ഇപ്പൊ പിറക്ക് വന്നത് അതേ ജാഹിലിയത്ത് സുഹൃത്ത് ആവർത്തിച്ച് നിസ്കരിക്കുമ്പോൾ അഞ്ഞ കേൾക്കട് റിംഗല്ല അത് ബന്ധാക്കിട്ടേ പറഞ്ഞു. പക്ഷെ അവനോ ആഴ്ചനാക്കിയോ നന്റെ കൂടെ ഉപദ്രാവുകയാണ്. ഇനി മൊബൈൽ എടുത്ത വന്നില്ലെങ്കിൽ എന്ത് നിസ്കരിക്കുമ്പോൾ മൊബൈൽ എടുത്ത കണ്ടായോ ഔത്തില് വെച്ചിട്ട് പറ അങ്ങനെ എന്തോ ആവില്ല. അങ്ങനത്തെ ഒരു എമർജൻസി പണ്ടല്ല 302 നിലാവ് കണ്ടത് അവിടെ വിത്യാന്റെ അസാറ് കൂടാ പെരുന്നാളാക്കിയ വിത്യാന്റെ അസാറ് അല്ലെ ഉച്ചക്ക് നാളെ ഉമ്മല്ല ചുമയും ആ കണ്ടത്തിൽ നേജെടുത്തോണ്ടിരിക്കുമ്പോ ഉച്ചക്ക് പണ്ടേ ഓടുക ഞങ്ങളെ പള്ളിയിലെ നടന്ന് വന്ന് ചെല്ലുക പെരുന്നാളായി ഓടെ മോദിയായി പെരുന്നാളുണ്ട് പാവം. ഇന്റെ അങ്ങനത്തെ വിഷയം എന്തും ഇല്ലല്ലേ. ഇന്നിപ്പൊ എങ്ങനത്തെ എമർജൻസി ഒരു 10 മിനിറ്റ് സബൂറിൽ വെച്ചെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് പോയിട്ട് അവിടെ കുത്തവിടല്ലേ എമർജൻസി മൊബൈൽ പോയിട്ട് നോക്കല്ലേ. ഇത് മൗലിക സദസ്സിൽ തെച്ചെങ്കിൽ മുസീബത്ത് അതിൽ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കണേ ആറ് നമ്മ ഞെക്കണേ നിങ്ങൾ ഞെക്കണേ എല്ലാവരും ഒട്ടിയും ഞെക്കണേ ഇതിന് മൊബൈൽ ഞെക്കിക്കൊണ്ടിരിക്കണേ അതൊരു വായിസ് കളിക്കൊണ്ടിരിക്കണേ എന്തോ ഒരു മുസീബത്ത് ഈ ലോകം എവിടെയാണ് എത്തിയോണ്ടുള്ളത്. ഞാൻ ഇരിക്കെല്ലാം ചോദ്യം ഓതുക ഇതെല്ലാം വൃദ്ധി ചൊന്ന സമയം അവനവർക്ക് ബോധമുള്ള ഒരു സമൂഹമായി ഞങ്ങൾ മാറി മാത്രമേ ഞങ്ങൾക്ക് അഡ്രസ്സുള്ളേ. അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം ആക്കിയിട്ട് ഞങ്ങൾ ഐസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്തില്ല എനിക്ക് തോന്നുന്നു ബോധമില്ല. ഞങ്ങൾ ഗഫ്ലത്തുള്ള അശ്രദ്ധ എപ്പ നോക്കുന്ന അശ്രദ്ധ അതുകൊണ്ടാണ് സുബൈക്ക് വർക്കടെ അശ്രദ്ധ ആൾമാരെ വർക്കടെ തൊട്ട് ഞങ്ങളെ നീ ഉണർത്തണം അള്ളാഹ് പഠിച്ചോണ്ടിട്ട് എപ്പ നോക്കിയ ഒരു ബോധയിൽ അശ്രദ്ധ അവർക്ക് കേൾക്കുമ്പോ ഇങ്ങനെ റോമെല്ലാം കുത്തവളൊക്കെ നക്കൊണ്ടിരിക്കും. പിന്നെ അത് അഞ്ഞു പോയിട്ട് അവർ തീർന്നു.
ಅವ ಎಲ್ಲ ತಿದ್ದನು ಸಮಾವನು ಉಂಟ ಅವನವನು ಸಮಾವನು ನಕ್ಕು ಬೋಧಂ ಬರ್ನು ನಕ್ಕೊಂದು ಸಮಾವನು ಹಣಿಂಗನ ಆವರ അങ്ങനെ ബോധം ಬಂತ നന്നെ കൊണ്ടൊരാൾക്ക് ഉപദ്രവില്ല നന്നെ കൊണ്ട് പിന്നൊരുത്തത് ഒരു തെല്ല് ഒരു അണുടെ കതിർ പോലും ഞാൻ ഉപദ്രാക്കില്ല എന്ന് നേരത്തെ വെച്ചാണ്ടായെങ്കിൽ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ സമാധാനം. അപ്പൊ ഞാൻ ചൊന്നത് അങ്ങനെ ബുദ്ധിമുട്ടാക്കോ തീറാ ഒരു 10 മിനിറ്റ് മൊബൈൽ ഇല്ലാണ്ട് തെച്ചെങ്കിൽ എന്താവും? ആകാശം കീഴ്പുള്ള ഭൂമി പോട്ടപ്പുറം എപ്പെങ്കോക്കെ മരിക്കുള്ളതല്ലേ, ഭൂമി കമ്പനവിടെ ജിൽസാലവിടെ ആവട്ടപ്പുറ ഭൂമി എപ്പെങ്കോക്കെ മരിക്കുണ്ടല്ലേ. അപ്പൊ അതെന്തല്ല ഒരു 20 മിനിറ്റ് ഒരു മൗലിക സദസ്സിൽ സമത്തിൽ മൊബൈൽ ഇല്ലാണ്ട് തെക്കുക ആവില്ല എന്നുള്ളത് എന്തൊരു മുസീബത്താണ്. ഒരു പള്ളിക്ക് ഒരു കാഗണ്ട വന്നിട്ടാകുമ്പോ മൊബൈൽ അങ്ങ് ഔത്തിൽ വെച്ചിട്ട് വന്നെങ്കിൽ ഔത്തിൽ വെച്ചിട്ട് വരാ ഏകാഗ്രതയോടെ വിവാദത്തെടുക്ക. പള്ളി മൊബൈൽ ഉള്ളതല്ല ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള. അപ്പൊ ഞാൻ ചൊന്നരിക്കട്ടെ ഇനി എവിടെ കൊടുത്ത അത് റിംഗ് ഐത്തിന് പേര്. അപ്പൊ ഞാൻ എന്താക്കും റിംഗ് ഐത്തിന്റെ അവിടെ എല്ലാവരും കൂടി പറയില്ലല്ല എന്തോ പരമോശത്തിൽ ഇങ്ങനെയല്ല ചൊന്നിട്ടും അവർക്ക് എന്തോ വെറുതെ കരുതി കൂട്ടിയിട്ടാരും റിംഗ് ആക്കലല്ല. അവൻ സമാധാനത്തിൽ ചൊന്നിട്ട് കടത്ത ജോറാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കാരത്തിനെ ബാത്തിലാക്കിയെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ചൊല്ല് ഇങ്ങനത്തെ ഒരു മുഅല്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് നന്റെ ജോറാക്കിയിട്ടില്ലവ വലാ ലറബനി നക്ക അടിച്ചിട്ടുമില്ല വലാ ശതമനി നന്റെ ഇൻസൾട്ട് ആക്കിയിട്ടുമില്ല നിന്ദനാക്കിയിട്ടുമില്ല. നിനക്ക് ഭാഷയില്ല ഇങ്ങനെല്ലാം ആക്കണമാ പഠിക്കുക എന്ത് സന്നി അങ്ങനെ എന്ത് കേട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്താക്കി തോന്നുന്നുണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്. ഇത് നിസ്കാരം ഇതിൽ മുണ്ട് തീരാൻ ചൊല്ലും. മനുഷ്യന്മാരെ സംസാരം ഉണ്ടല്ല ആ സംസാരം നിസ്കാരത്തിൽ തീരാം. കാരണം അല്ലാഹു അക്ബർ ചൊന്ന് കൈകെട്ടിട്ടാകുമ്പോ ഇത് തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടാ ചൊല്ലും. ബാക്കിയുള്ള എല്ലാത്തെ ഹറാമാക്കിയിട്ട് ഇനി മുന്നിലുള്ളത് എന്തും ഇനി തീരാം. അപ്പൊ ഇത് നിസ്കാരാണ്. ഇത് മനുഷ്യന്മാരെ സംസാരം ഇതിൽ പാടില്ല. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ. ഇതിൽ തസ്ബീഹാണ് തക്ബീറാണ് അതുപോലെ ഖുർആൻ ഓത്ത് മാത്രമാണ്. വേറെ എന്തും ഇതിൽ തീരാ. അതുകൊണ്ട് നിങ്ങൾ മുണ്ടണ്ടാണ്ട് എന്റെ സമാധാനത്തിൽ ചൊന്നിട്ട് വിട്ടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ഖൈറു മുഅല്ലിമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് റിപ്പോർട്ട് ആക്കിയ ഹദീസ്. അതേ സഹീഹ് മുസ്ലിമിലുള്ള എനിക്കത്തെ വേറൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാം പഠിക്കണേ. എങ്ങനെ മാനേജ് ആക്കണോ, ആൽമാരൊട്ടി എങ്ങനെ മുണ്ടണോ, ഭാര്യമാരൊട്ടി എങ്ങനെ വർത്തനാക്കണോ, മക്കളൊട്ടി എങ്ങനെ വേണോ എന്നല്ല ലോകത്തുള്ള ഏത് ആൽമാരൊട്ടിയെ എങ്ങനെ വേണോ പരിപാടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹീഹ് മുസ്ലിമിലുള്ള റിപ്പോർട്ടാണ് ബൈനമാ നഹ്നു ഫിൽ മസ്ജിദി മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ ഞങ്ങൾ പള്ളിയിൽ വെച്ചിരിക്കുമ്പോ ഇത് അഅറാബിയും ഒരു അഅറാബിയായ ആൾ വന്ന് അഅറാബി ഗ്രാമപ്രദേശത്തിൽ ജീവിക്കുന്ന ആള്. അയാൾ പട്ടണത്തിൽ ടൗണിൽ വന്നിട്ട് പരിചയമില്ല, ആൾമാരോട്ടി കൂടിയിട്ട് കുന്തില്ല. അങ്ങനത്തെ ഒരാൾ പള്ളിയിൽ വന്നു. ഇന്നങ്ങ് കേട്ട ഹദീസാണ്. ഫഖാമ യബൂലു ഫിൽ മസ്ജിദ്. അയാൾ വന്നിട്ട് ആക്കിയ പണി എന്ത് തോന്നുന്നു പള്ളിയിൽ വന്ന് മൂത്രവിത്തിട്ട് അയാൾ കൊത്തില്ല ബാബ മൂത്രവിത്ര ജാഗെ ഈ മൂത്രവിത്തി. ഫഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്മഹ് ചന്ത്. ഇത് നാച്ചനാക്കുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ചെന്നാൽ അസബറല്ലേ പള്ളിയിൽ വന്നിട്ട് മൂത്രവിറ്റി എന്താവും മഹ്മഹ് ചെന്നാൽ നിൽക്കുന്നുണ്ട് ചൂടായ അസമർത്തർക്ക്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ലാ തുസ്രിമുഹു ദഊഹു. അനി മൂത്ര തൊല്ലിട്ടായല്ലേ ഇപ്പ ഇത് കട്ടാക്കോ പോയിരുന്നാണ് അയാളെ കുടൂറും ചെന്ന് ഒന്ന് തറക്കൂഹു ഹത്താ ബാല അങ്ങ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർഡർ പറഞ്ഞെങ്കിൽ നിൽക്കട്ടോ ഇല്ല. ഒരു വലിയ ആള് അല്ലെങ്കിൽ ഒരു നേതാവോ അല്ലെങ്കിൽ പള്ളിയിലെ ഒരാള് ഇങ്ങനെ ആക്കണ്ട ചൊല്ലുന്ന പിന്നെ എന്തേ ആക്കലേ കൈകാൽ ഉദ്ദാക്കൊന്നുമില്ല. ഉദ്ദാക്കാ തിക്കുമ്പോഴാണ് അവൻ നല്ല അവിടെ ഉദ്ദാക്കൊന്ന് വന്നെ അടിക്കവിടെ ഒരു അനുസരണ ചൊല്ലതാണ് ഇസ്ലാം ചൊല്ലെങ്കിൽ എന്തേ കേട്ടെ അനുസരണ അപ്പൊ എന്തെങ്കിലും ഒരു സറാറ ആക്കിയാലും വയ്ക്കുക. അപ്പൊ ആയത്തെ ഹിരി ആൾ മാറ്റം തീരാൻ തോന്നിയെങ്കിൽ എന്റെ തീരാൻ അവൻ്റെ കേൾക്കുന്നത് എന്തിനും ചൊല്ലേക്ക് ആൻസർ ഇല്ല. പിന്നെ എന്റെ തീരാൻ അവന്റെ തിരികെ കൈകാൽ ഉദ്ദാക്കിയാറുണ്ടായെങ്കിൽ ഈ വീട്ടുകൂടെ പോകുമ്പോ കുറെ ആൾമാരിക്കാറ് ഞാൻ ഞങ്ങളെ ഭ്രാന്തന്മാരുണ്ടാ ജോലി ഭ്രാന്ത് പല സൈസും അതിൽപ്പെട്ട ഒരു സൈസാണ് ഇത്. എന്തൊരു ചൊന്നെ വീട്ടുകൂടെ പോകുമ്പോൾ കുറെ ബാലക്കാരൻ ഒട്ടിಗೆ ഉണ്ട് ചങ്ങായിമാരെല്ലാം വിളിച്ചുകൊണ്ട് പെണ്ണുടെ ഓട്ട അതിന്റെ അകത്തില്ല ഓണല്ല ഭംഗിലായിട്ട് എങ്ങനല്ല വിളിച്ചു പോയിട്ട് ആക്കണം എന്തിനാ ചൊന്നെ അവിടെയുള്ള കുറെ സാധനങ്ങൾ പുട്ടുവാട്ടുള്ള വലിച്ചെറുള്ള എന്നത് അത് ജുണൂൺ ഫുണൂൺ തുള്ളു. ഞങ്ങൾ വിചാരിച്ചിട്ട് ഭ്രാന്ത് ചൊല്ല് കങ്കനാടി പോയി അത് മാത്രം ഭ്രാന്ത് അതല്ലാത്ത പല സൈസിന്റെ ഭ്രാന്ത് ഒന്നും ഉണ്ടാകും. അൽ ജുനൂൺ ഫുനൂൺ വ്യത്യസ്തമാണ് ഭ്രാന്ത്. ഇതൊരു ടൈപ്പിലുള്ള ഭ്രാന്ത്. അങ്ങനെ പോയാൽ ഞാൻ ഒരു പക്കം ഹാൾക്ക് പോയപ്പോൾ തന്നെ വിളിച്ചു നോക്കുള്ളൂ ചൊല്ലത് പോയി അവിടെ പോയി ചെന്നെങ്കാവോ ഈ മനുഷ്യന്മാരെ നടുവിൽ പോയി ചെന്ന മര്യാദ വേണ്ടി ചൊല്ലാൻ അവൻ നിപ്പാട്ടാണ് ചൊന്നെങ്കിൽ ഹിന്ദുമ പോലും അങ്ങനെ ആക്കില്ലാണ്ട് അങ്ങനെ ചൊല്ലി ഹിന്ദു മസനെ വാങ്ങിയിട്ട് ആക്കുള്ളൂ അത് എന്ത് ഭ്രാന്തി ചെയ്തിട്ട്
അപ്പൊ ഞാൻ അത് മുസ്ലിം അല്ലേ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാലല്ല, ഞാൻ ഡയറക്റ്റ് സ്വർഗത്തിയല്ലേ പോണേ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ആക്കണേ. അപ്പൊ ഇങ്ങനത്തെ ഒരു അവിടെ പോയിട്ട് അപ്പൊ ഒരാൾ ചെന്നു കൊണ്ടുപോകാനാണ്. അപ്പൊ അയാൾ ഇങ്ങനെ കൈ പിടിച്ച് നിന്നിട്ട് അപ്പൊ എന്താക്കിയ ചൊന്നെ, ഇത് പോയത് മത ഏരിയത് ആനയുടെ പോലത്തെ മനുഷ്യന്മാരല്ലേ പോണ്ടേ. അങ്ങ ചെന്നാറില്ല അവിടെ പൊട്ടില്ല നിക്ക പൊട്ടുവാട്ട അയാളെ മേൽಗೆ ಇಟ್ಟೆ ಎಲ್ಲ കൊണ്ടേറ്റ് ಎಲ್ಲ പൊട്ടുവാട്ടി അയാളെ മേൽಗೆ ലാസ്റ്റ് അയാൾ ചൊന്നെങ്കത്തൊരു വിഷയം. അപ്പൊ അങ്ങനെ അനുസരണ ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് ഞാൻ അതാ ചൊന്നെ, నాకు ആ ടെക്നോളജി ഉണ്ട്, నాకు ഈ ടെക്നോളജി ഉണ്ട്, నాకు PhD ഉണ്ട്, నాకు ಅದು ഉണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട്. నాకు എന്തിനാ ഇല്ല, ഭാഷയില്ല, മര്യാദയില്ല, ശിസ്തു ഇല്ല, അതവില്ല, അനുസരണ ഇല്ല. അത് പോയി അതെഞ്ഞമോ വെള്ളത്തിൽ പോയിട്ടായിരുന്നു. ഇതെല്ലാം ഉണ്ട്. എന്ത് പ്രയോജനമില്ല. ഇത് ഇന്നിട്ട് എന്താണ് കാര്യം? വേണായതല്ലേ ഇതെല്ലാം ഒട്ട ചരട്ടിക്ക് തണ്ണി വിറ്റിയ പോലെ 5 പൈസത്തെ ഉപയോഗമില്ല. തന്റെ അമലുമുണ്ട്. അനുസരണ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ ഇവിടെ സ്വഹാബത്ത് അർസബന്ത് സാമാന്യൻ അർസബന്റെ, പക്ഷെ അർസബന്നിട്ടാകുമ്പോൾ നേതാവുണ്ട്. ആ നേതാവ് ചൊല്ലിട്ടാകുമ്പോൾ ചേരാം. എന്തിനാ അവിടെ ചൊല്ലിട്ടാൻ ആക്കിയാൽ ഇതിന്റെ ഇസ്ലാമിക് കലണ്ട് അവിടെ നിപ്പാറ്റിയാണ് സ്വാപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ടാകുമ്പോൾ സ്വാപ്പായി. അപ്പൊ നമുക്ക് ഇത്രയും വലിയ ഒരു വിഷയത്തെ ഒരു പള്ളിയിൽ വന്ന് മൂത്രമേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ അഞ്ചനാക്ക് പോകണം. പള്ളി ഒരു റൂമ കളട്ടാവും, അതുമയ്യാവും. ഒരു ഈ ദേവസ്ഥാനത്ത് പോയിട്ട് ഒരു മൂത്ര വിദ്യാൻ വരും എന്താവും, എത്ര വലിയ സമസ്യയാവും. അല്ലെ മുസ്ലിം പള്ളിയിൽ വന്നിട്ട് അല്ലെങ്കിൽ മദ്രസത്തിൽ വന്നിട്ട് ഒരു മൂത്ര വിദ്യാണെങ്കിൽ സമസ്യയാവും. ഒരു ആയ കത്ത് വേറെന്തും വേണ്ട. അത് എന്തുകൊണ്ട് കത്തുന്ന് കേട്ടെങ്കിൽ നേതാക്കന്മാർ സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരു വ്യക്തിയെ തുപ്പസൂരിയും ചെമ്മാൾമാറുള്ളാറ് അവൻ മൈക്കെടുക്കണം, മൈക്കെടുക്കണം. അവൻ രാഷ്ട്രീയക്കാരനും ടൈം കൊണ്ട് രാജകീയത്തെ വേറെ വൈപാട്ടവും ഉഷാറാക്കും നല്ലൊരു ചാൻസ് ആയിട്ടത്. ആ ആത്മാർത്ഥമായിട്ടല്ല പണിയെടുക്കുന്നത്. അവനും ആഭ്യന്തരം കൂട്ടാൻ നോക്കണേ. കത്തുവാട്ടുക ഒരു സമൂഹം റാലി പോയിട്ടില്ലായിരിക്കും. ഉദാഹരണം ഒരു മതത്തെ ചിഹ്നല്ല, ഒരു ധാർമ്മിക. അപ്പൊ അവിടെ ബന്ധവും പ്രശ്നമാക്കിയിട്ട് മനുഷ്യ മനസ്സിലെ നടുവിൽ സ്നേഹം കൊടുക്കണ ഹബ്ബ. ആ ഹബ്ബ പറയുമ്പോ ആൾമാരെ മുട്ടുവരക്കോസറോട് എന്തെങ്കിലും ആവാം, എത്ര ആൾ മരിക്കുവാറ്, എത്ര ആൾ ചാവാറ്, അങ്ങനത്തെ ഒരു അവസ്ഥകളാണ് ദുനിയാവ് പോയോണ്ടുള്ളത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ചൊന്നെങ്കിൽ നേതാക്കന്മാരും സമയമില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടുള്ളത്. ഇവിടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ സമസ്യ അവിടെതിരെ തൊൽത്തൂന്നിപ്പാട്ട് കൂടുള്ളൂ. കാരണം ഒന്നോ അയാളെ നിങ്ങൾ ഓടുകാട്ടിയാറുണ്ട്, ഇടീ പള്ളിയിൽ അയാൾ മൂത്രമാക്കുന്നത്, മൂത്ര വിൽക്കൊണ്ടല്ലേ ഓട്. ഒന്ന് രണ്ടാമത് അയാളെ മൂത്ര കട്ടായിട്ടുണ്ടെങ്കിൽ ആരോഗ്യ പ്രോബ്ലം ആയാലും പാതി മൂത്ര കട്ടായി വേണ്ട, വിടും, പരിഹാരമുള്ളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ചിട്ട് ചെന്നു, ഇത് പള്ളി, ഇവിടെ മൂത്രം നമ്മി തോതിറ, ഇവിടെ കച്ചറ കോതിറ, ഇത് അള്ളാഹുടെ ദിക്റുള്ളതാണ്, നിസ്കരിക്കുള്ളതാണ്, ഖുർആൻ ഓതുള്ളതാണ് ചൊല്ലും. പിന്നെ അപ്പൊ ഞങ്ങൾ ചെല്ല ഇത്ര അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ മനസ്സിൽ തോന്നുന്നു ഇനി ആവട്ടെ അയാളെ പൊട്ടു സമം. ഇനി അയാളെ ഞങ്ങൾ ഇത്രയും ചെല്ലത്ത പോയിട്ട് തണ്ണി കൊമ്പന്നിട്ട് ക്ലീൻ ആക്കി മര്യാദക്ക് പോകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിട്ടിട്ടു തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചെന്ന് തണ്ണി കൊമ്പന്നിട്ട് അതിനെ ക്ലീൻ ആക്കുന്നു. അപ്പൊ അത്രയും കാക്കവാട്ടം തന്നെ ഓ നമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടില്ല. ഞങ്ങൾ അത്രയും ചെല്ലത്ത ഇത്രയും കാക്കല്ലേ അയാൾ പള്ളിയിലല്ലേ മൂത്ര വീഴ്ത്തില്. അപ്പൊ നാലാൾ അഞ്ഞത്തെ വണ്ട ചൊല്ലു, ഇഞ്ഞത്തെ നാലാൾ വണ്ടാറ് പള്ളിയിലല്ലേ ആക്കിരേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരെ വിളിച്ചിട്ട് ചെന്ന് തണ്ണി വീട്ടിൽ കടന്നു. അയാളെ വിട്ടു. അയാൾ പോകുമ്പോ ചെന്നത് അയാൾ ഒരു ചരിത്രത്തിൽ കാണാൻ അയാൾ ചോദിച്ചു, അള്ളാഹുടെ അള്ളാഹ് നക്കും മുഹമ്മദും നീ റഹ്മത്താക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് വലാ തർഹം മാനാഹദ ഞങ്ങളുടെ ഈ ഒത്തരയും കൂട്ടോതിറ ചില പള്ളിയിൽ മാറാൻ ചോറാക്കിയില്ല അങ്കാർക്കും നീ റഹ്മത്താക്കോതിറ. പക്ഷെ നക്കും മുഹമ്മദ് ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ റഹ്മത്താക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടുള്ളൂ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വാർക്കണ്ട. കാരണം പഠിച്ചോണ്ട് റഹ്മത്ത് അതിലാട്ടി വിശാലാണ്. കണക്ക് മാത്രം തന്നിട്ടല്ല കേൾക്കണേ. കാരണം അള്ളാഹു വലിയ ആളല്ലേ, അള്ളാഹു എത്ര വലിയ ആളാണ്. ഒരിഞ്ഞ മുതലാളി വന്നിട്ടുണ്ടായെങ്കിൽ പേടിയാവും പള്ളിയിലുള്ള ആൾമാർ. അയാളെല്ലാം അമ്പയമ്പയറെ കൊടുക്കുന്നെങ്കിൽ അവിടെ ഞാൻ ക്ലാസ് എടുത്തോണ്ടേ വാക്കിയാവും നാണോ കൊടുക്കും ചിലപ്പോൾ. പക്ഷെ എന്തെങ്കിൽ 10 ആൾ മുന്നോട്ട് പോയിട്ടാകുമ്പോൾ ബാക്കി ഞങ്ങൾ തീരുന്നെങ്കിൽ അയാളെ തീർച്ചയുള്ള പേടി കൊണ്ടുപോകും. ഈ വന്ന മുതലാളി ഇത് തീർച്ചയുള്ള പേടിയുണ്ട്. അതുകൊണ്ടാണ് ഓർഡർ നക്ക് കിട്ടട്ട്. പക്ഷെ ഇത് അള്ളാഹുവല്ലേ, ഔണ്ടാക്കി വലിയ മുതലാളി ആരുണ്ട്. അതുകൊണ്ട് എത്ര പേരും കേട്ടെത്ര തീരാത്തത്, എത്ര പേരും കൊണ്ടിട്ട് കേൾക്കുക. അതുകൊണ്ട് ദ്വാർക്കുമ്പോൾ അങ്ങനെ എങ്ങനെ ദ്വാർക്കുമ്പോന്നില്ല നക്കും ചൊല്ലിട്ട് ദ്വാർക്കേ തീരാം. എല്ലാവരെയും കൂട്ടിയുള്ളൂ ദ്വാർക്കുമ്പോൾ. ഞങ്ങൾക്കും ചെല്ല, ഞങ്ങളെ റായത്താൾമാർക്കും ചെല്ല, ഞങ്ങളെ നിരക്കരക്കും ചെല്ല, ഞങ്ങളെ പരിസരത്തെ ആൾമാർ കൊടുക്കണമെന്നും ചെല്ല. എല്ലാരെയും കൂട്ടുമ്പോൾ എന്താവും ചെന്ന് പഠിച്ചു കൊടുക്കുക. കാരണം അവിടെ എത്ര പേരും കൊണ്ടല്ലേ നക്കും അവളും നക്ക് കിട്ടാലെങ്കിൽ പേടിയില്ല. എല്ല് കേട്ടെങ്കിലും ചെമ്മതണ്ട. ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കത്തെ ബറഡു ഭൂമിയിൽ കൊടുത്തിട്ട് ആ ചെറിയ കിടാവുടെയും
ഈ ഒരു 20 വർഷത്തെ ഈ പെണ്ണിടെ അവിടെ ആക്കിയിട്ടാകുമ്പോൾ എന്തും ഇല്ല, വറു ഭൂമിയാണ്, എന്തും ഇല്ല അവിടെ. അപ്പോഴാണ് തണ്ണി വേണമായിട്ട് ഓർഡർ. കിടാവ് തണ്ണി വേണല്ലേ, കിടാവ് എത്ര തണ്ണി വേണോ, ഒരു ഗ്ലാസ് തണ്ണി കിട്ടിയ മെയ്, ഒരു അര ഗ്ലാസ് തണ്ണി കിട്ടിയ മെയിൻ്റെ ഓർഡർ. സഫാ മറുപത്തിടക്ക് ഓർഡർ അയക്കാൻ തണ്ണി വേണോ, എല്ലാം തണ്ണി നന്റെ കിടാവ് കുടിപ്പാട്ടു, നന്റെ കിടാവിടെ ജീവനൊന്ന് വച്ചാവാക്കണം, എനിക്ക് തണ്ണി വേണോട്ടാ പഠിച്ചോണ്ടിട്ട് കേട്ട് ഓർഡർ. കേട്ടത് അര ഗ്ലാസ് തണ്ണിയാണെങ്കിൽ കൊടുത്തത് എത്ര? സംസം ചൊല്ല അന്ത്യനാൾ വരെ തീരാത്ത പ്രവാഹത്തെ അല്ലാഹു കൊടുക്കാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ചൊല്ല ഇത്ര ചെറിയ കിടാവ് കുടിക്കുക, അത്ര വലിയ പ്രവാഹം വേണ, അതല്ല, അത് പഠിച്ചോനാണോ, അർഹമുർ റഹീമീനാണ്, ആകാശ ഭൂമിയിലെ ഖജനാവ് എന്ന് പറഞ്ഞിരിക്കത്ത റബ്ബാണ്. ഓടോട്ടിയെ കൊറടിയൊന്നും ഇല്ല, അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ ഓടോട്ടിയെ കേൾക്കാ, എള്ളു കേട്ടെങ്കിൽ ചെമ്പതണ്ടെങ്കത്ത രാജാവാണ് അല്ലാഹു. ഒരു അര ഗ്ലാസ് തണ്ണി കേട്ടപ്പ ലോകത്ത് ഇണ്ടടക്കം കോടിക്കണക്കിന് ലിറ്റർ ദൈനംദിന ചെലവായിട്ടുള്ളത് സംസമാണ്. ലോകത്തെ മഹാത്ഭുതമാണ് സംസം. അന്ത്യനാളുടെ അത് നിലനിൽക്കലല്ലേ, അല്ലാഹുവാണ് അത് കൊടുത്തത്. അപ്പൊ ഞാൻ ചൊന്നത്, ഈ സഹാബിയായ ഈ ആളുകൾ, ഈ മനുഷ്യർ, അയാൾ ഏതോ ഗ്രാമഭാഗത്തെ വന്നയിക്കത്ത ആളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട എത്തിട്ടാകുമ്പോ അയാൾക്കും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണ കാട്ടിത്തുണ്ടാണ്. ഇങ്ങനെ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരന്മാരെ തീരാത്ത അധ്യായങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പരിപാടി തന്നുകൊണ്ടുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു പെണ്ണ് കട്ടാൽ കളവ് നടന്നു. കട്ട മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട പെണ്ണാണ്. കട്ടപ്പ ഉണ്ടാക്കിയാറും ചൊന്നെങ്കിൽ അത് വലിയ പവറുള്ളെങ്കിൽ ഒരു പാർട്ടിയാണ്, ഒരു കുടുംബമാണ്, പ്രതാപം ഉണ്ടെന്ന്. അപ്പൊ ഈ കട്ടെങ്ക് കൈമുറിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ വിധിയാണത്, ഇസ്ലാമുടെ വിധിയാണ്, കൈമുറിക്കലല്ലേ. അപ്പൊ ഈ കൈമുറിക്കലെതിരെ ഒന്ന് ഇല്ലാണ്ടാക്കും. അതിക്ക് എന്താക്കിയാകുമെന്ന് ചൊന്നെങ്കിൽ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മുട്ട വന്നാറ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഞാൻ ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭയങ്കര പിർസത്ത സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിയിൽ വളർന്നെങ്കിട്ട കിടാവാണ്, എത്ര പൈസയ്ക്കോ. അപ്പൊ ഇങ്ങ പണ്ട് എന്തെങ്കിലും ഉസാമ റളിയല്ലാഹു അൻഹു മുട്ട പണ്ട് എന്തെങ്കിലും ചൊന്നെങ്കിൽ ഒന്ന് ഇതിനെ ഇല്ലാണ്ടാക്കണോ, നിങ്ങൾ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിട്ട് ശഫാഅത്ത് ആക്കിയിട്ട് റെക്കമെൻഡ് ആക്കിയിട്ട് നിങ്ങൾ എന്താക്കണോ, ഈ ഹദ് നടക്കാത്ത പോലെ ആക്കണോ. അങ്ങനെ അയാൾ മുണ്ടിട്ടാകുമ്പോ ഉർവറളിയല്ലാഹു ചൊല്ല തലവ്വന വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെ കളർ ചേഞ്ച് ആയിട്ട്, നല്ല കിടാവല്ലേ വന്നിട്ട് ചെന്ന്, അല്ലെങ്കിൽ നല്ല മോളല്ലേ ചെന്ന്, മോണല്ലേ ചെന്ന്, ന്യായത്തോടെ വിഷയമില്ല, നീതി ന്യായ എല്ലാവരും ഒരുപോലെ ചേഞ്ച് ആയി. എന്നിട്ട് ചൊന്നു അള്ളാഹുള്ള ഒരു ഹദ്ര ഭഗ്യമാ നീ നന്റെ വീട്ടിൽ മുണ്ടിയോണ്ടുള്ളേ. ഉസാമ റളിയല്ലാഹു പേടിയായിട്ട് അത് ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു നക്ക് മാപ്പാക്കൊരു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എങ്ങനെ ചെല്ലല്ലേ. പിന്നെ ചെന്നു നിങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞു പോയ ആൾമാർ നാശായി എങ്ങനെ ചൊന്നെങ്കിൽ ആ കൗമൾ ബലിയങ്ങ് എന്തെങ്കിലും തപ്പാക്കി ആറും ഉണ്ടാകും. ചെറിയങ്ങ് ആയിട്ടുണ്ടായെങ്കിൽ അവിടെ കൈക്കാൽ ഇതാക്കി ഓരോ ആൾമാറുകളാണ്. ബലിയങ്ങ് ആക്കിയാറുണ്ടായെങ്കിൽ പണക്കാറ അല്ലെങ്കിൽ സ്ഥാനമുള്ളവണ പ്രതാപമുള്ളവണ എന്തെങ്കിലും ആക്കിയാണ്ടായെങ്കിൽ അവിടെ കൊണ്ട് ധൈര്യമില്ല, അത് മുണ്ടില്ല. പാവത്തവനാക്കിയെങ്കിൽ എല്ലാവർക്കും എല്ലാ നിയമവും പാവത്തവും. ഇങ്ങനെയുള്ള പണ്ഡിത്ത് അത് ഇനി നടക്കില്ലാവോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നത് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ, എൻ്റെ മോൾ ഫാത്തിമയാണ് ഈ ജാഗയിലുള്ളതെന്ന് വിചാരിക്കാം എങ്കിൽ ഫാത്തിമയുടെ കൈ നാം കട്ടാക്കത്താൻ ചൊന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അയാൾക്കൊരു നിയമ, ഇയാൾക്കൊരു നിയമ, അയാൾക്ക് വേറൊരു നിയമം, അങ്ങനെയൊന്നും ഇല്ല. ഇസ്ലാമിലെ നിയമങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും നിയമങ്ങൾ പാലിച്ചേ തീരും, കട്ടായാണ്, നിർബന്ധം. പിന്നെ പടച്ചോന്റെ മുമ്പ് അയാൾ സ്വർഗത്തിൽ ഇയാൾ സ്വർഗത്തിൽ ഇപ്പം നമുക്ക് വലിയതാവില്ല. അത് അള്ളാഹു കൂട്ടെങ്കിട്ട വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു കൂട്ടെങ്കിട്ട വിഷയമാണ്. സ്വർഗത്ത് കടത്തത് അള്ളാഹുവാണ്. ആരും സ്വർഗത്തിലും ചെന്നിട്ട് കട്ടായത്തന ഇവിടെ ആർക്കും പരിപാടി കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പെടുത്തിയിട്ടുള്ള എല്ലാവർക്കും നിയമങ്ങൾ ഒരുപോലെയാണ്. പിന്നെയോ ഒരാൾക്ക് മഹത്വം പണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ കൽബ് നല്ലായിട്ട് വേണം. തഖ്വ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പഠിച്ചോന്റെ മുന്നോടാണ് സ്ഥാനം കിട്ടണത്. ആ സ്ഥാനം ആർക്കും കേട്ടെങ്കിൽ നല്ല തഖ്വയുള്ള പഠിച്ചോണ്ട് പേടിക്കണമെങ്കിൽ നല്ല ആൾമാരുള്ള അങ്ക് മാത്രമാണ് ഏറ്റവും വലിയ സ്ഥാനാണ്ട് പരിപാടിത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലത്തെ ധാരാളം സംഭവങ്ങൾ ഇനിയും മഹാന്മാർ ഹദീസിലൂടെ നമുക്ക് പരിപാടി തന്നുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് ഞങ്ങളെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിനെ സ്വീകരിക്കണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഖൈബാക്കരുത് റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ ഉയർപ്പിക്കണം റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ട നിന്റെ സ്വാലിഹീങ്ങളായ ഇബാദുകളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ.
ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാൻ. കടങ്ങളെ വീട്ടിത്തരണം റഹ്മാൻ. ഹലാലായ സമ്പത്ത് നൽകണം റഹ്മാൻ. നമ്മുടെ ആവശ്യങ്ങളെ നീ പൂർത്തിയാക്കി തരണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. ഇസ്സത്തോടെ, ഈമാനോടെ, തഖ്വയോടെ, ഹിദായത്തോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാൻ. ഞങ്ങളെ ഉള്ളും പുറവും രഹസ്യവും പരസ്യവും നീ ശുദ്ധിയാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാൻ. ഖുർറത്തു അയ്നായ നല്ല മക്കളാക്കി തരണം റഹ്മാൻ. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم